viewers, welcome to Roshnisfoodnlife. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും? അപ്പോൾ ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കട്ട്ലേറ്റ് ഒരു വെറൈറ്റി കട്ട്ലേറ്റ് ആണ്. കപ്പ കൊണ്ടാണ് നമ്മൾ ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കപ്പ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നൊന്നെങ്കിൽ വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ പുഴുങ്ങിയെടുക്കുക, നല്ല മുളക് ചമ്മന്തി കൂട്ടി കഴിക്കുക, അതല്ലെങ്കിൽ നല്ല കപ്പയും മീൻകറി, ഇതൊക്കെയല്ലേ നമ്മുടെ മനസ്സിൽ വരാറുള്ള കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ കപ്പ കൊണ്ടൊരു അടിപൊളി കട്ട്ലേറ്റ് ആയാലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല അടിപൊളി കപ്പ കട്ട്ലേറ്റ് ഉണ്ടാക്കി എടുക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് കപ്പ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പൊ ഞാനിവിടെ കപ്പ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുമുണ്ട്. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണ്ട, നമ്മൾ കപ്പ പുഴുങ്ങാൻ എടുത്തില്ലേ ആ ഒരു പാകത്തിന് ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ കപ്പ ഇങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ 1 കിലോ കപ്പയാണ് കേട്ടോ എടുത്തത്. അപ്പൊ നമുക്ക് ഈ കപ്പ ഒന്ന് വേവിച്ചെടുത്തിട്ട് വന്നാലോ. അപ്പൊ നമ്മുടെ കപ്പ ഞാനിപ്പോ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം എനിക്ക് എളുപ്പത്തിന് വേവിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ കുക്കറിലേക്ക് കപ്പ ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കലത്തിലോ ചരുവത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം എനിക്ക് ഈ കപ്പ എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന കപ്പയായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഒറ്റ വിസിൽ മതിയാവും, അപ്പം തന്നെ വെന്ത് കിട്ടും. അപ്പൊ ഞാൻ നമ്മുടെ കപ്പ കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഊറ്റിയെടുക്കാൻ പോവാണ്. പറ്റിച്ച അങ്ങനെയല്ലോ നമ്മൾ കപ്പ എടുക്കുന്നത്, വെള്ളം ഊറ്റി കളയാണ്. അപ്പൊ അതിനായിട്ട് ഞാനിപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ കുക്കറിലേക്ക്. അപ്പൊ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാനൊരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാൻ ഒന്ന് ചൂടാവട്ടെ, നമുക്ക് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ സവാള എന്ന് പറയുമ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള തന്നെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെറുതാണെങ്കിൽ 2 സവാളയൊക്കെ ചേർത്ത് കൊടുത്തോ. കാരണം കപ്പയാകുമ്പോൾ കുറച്ച് ഉള്ളിയൊക്കെ കൂടുതൽ കിടക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആക്കി കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ളി കൂടുതൽ ചേർത്തു. ഇതിലേക്ക് നമ്മുടെ ഇഞ്ചിയും അതുപോലെ പച്ചമുളകും നമ്മുടെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനൊരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇഞ്ചിയാണ്, അതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത് ചെറുതായി അരിഞ്ഞെടുത്തതാണ്, നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പച്ചമുളകാണ്. അപ്പൊ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്നു വരുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ കപ്പ വേവിച്ച സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇനി മഞ്ഞൾപ്പൊടി കപ്പ വേവിക്കുന്നതിന്റെ കൂട്ടത്തിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വിചാരിച്ചു നമ്മുടെ മസാല എന്തായാലും നമ്മൾ വഴിച്ചെടുക്കുന്നുണ്ടല്ലോ, അപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നതാണ് എനിക്ക് താല്പര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ ഗരം മസാല ആണ്. അപ്പൊ ഗരം മസാല ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കപ്പയും വേവിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിങ്ങിന്റെ പരിപാടിയാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് ഞാൻ ഒരു ബൗൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ബൗളിലേക്ക് നമുക്ക് ആദ്യം കപ്പ ചേർത്ത് കൊടുക്കാം. അപ്പൊ കപ്പ എന്ന് പറയുമ്പോൾ ഞാൻ പുഴുങ്ങി അതുപോലെ തന്നെ നന്നായിട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പയാണ് കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയുടെ മസാലയില്ലേ, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു അല്ലേ. അപ്പൊ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കപ്പ ഇപ്പൊ കുറച്ച് വെന്ത് പോയി, അധികം വെന്ത് പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ കുറച്ച് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്ക് പൊടിച്ചോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ കറക്റ്റ് ആയിക്കോളും. അപ്പൊ എനിക്കിപ്പോ കറക്റ്റ് ആണ്, അധികം വെള്ളമൊന്നുമില്ല, നല്ല ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ നമ്മുടെ കട്ട്ലറ്റിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം കേട്ടോ. ഇപ്പൊ റൗണ്ട് ഷേപ്പോ ഓവൽ ഷേപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതുവരെ ഷേപ്പ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഡിപ്പ് ചെയ്യാനുള്ള മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി കട്ട്ലേറ്റ് നമ്മുടെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കട്ട്ലേറ്റ്സും ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പൊ നമ്മൾ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ കട്ട്ലേറ്റ്സിനെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മുടെ കട്ട്ലേറ്റ്സ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് 2 സൈഡും മുറിച്ചെടുത്തിട്ട് നമുക്ക് കോരി എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കപ്പ കട്ട്ലേറ്റ് റെഡി ആയിരിക്കുകയാണ്. നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കപ്പ കട്ട്ലേറ്റ്? അടിപൊളിയായിട്ടില്ലേ? അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ ഞാനിപ്പോ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് ആണ്, നല്ലൊരു ഫ്ലേവർ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ആരും മറക്കരുത്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോയല്ലോ കേട്ടോ. അപ്പൊ ഇതുപോലത്തെ കട്ട്ലറ്റിന് നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.